ചില പടങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യാറില്ലേ? ദാറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ് എന്നൊരു ഫീലിംഗ് പടം കണ്ടു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന പോലെ. അത്തരത്തിലുള്ള 3 മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഹിഡൻ ജെം മൂവീസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു സ്ലോ ബേൺ സൈലന്റ് പടമാണെന്ന്. അച്ഛനും മകളും അവർ ഈ സൊസൈറ്റിയും സിറ്റിയും ഒക്കെ വിട്ട് വളരെ ദൂരെ കാട്ടിനുള്ളിലൊക്കെ ക്യാമ്പ് ചെയ്ത് ജീവിക്കുന്നവരാണ്. കംപ്ലീറ്റ്ലി ഓഫ് ഗ്രിഡായി താമസിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഈ ലൈഫ് സ്റ്റൈൽ അവർ ഹാപ്പിയുമാണ്. പക്ഷെ അവരിങ്ങനെ ഇല്ലീഗൽ സ്ഥലങ്ങളിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം റെസ്ക്യൂ ടീം അവരെ കണ്ടെത്തുകയും അവരെ അവിടുന്ന് സൊസൈറ്റിയിലേക്ക് മാറ്റി താമസിപ്പിച്ച് അവരൊരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ലൈഫിലേക്ക് അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. വളരെ സിമ്പിളായി നോർമൽ ലൈഫ് എന്ന് സൊസൈറ്റി കണക്കാക്കുന്ന ജീവിത രീതി എല്ലാവർക്കും നോർമൽ ആവണമെന്നില്ല എന്ന് നമുക്ക് കാണിച്ചു തരാണ്. ഇങ്ങനെ ഓഫ് ഗ്രിഡായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും കണക്റ്റ് ആവുന്ന ഒരു നല്ല പടം തന്നെയാണിത്. ഞാൻ കണ്ടതിൽ വെച്ചൊരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് തന്ന പടങ്ങളിൽ ഒന്നാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പടം എടുത്ത് വെച്ചിട്ടുള്ളത്. ഓരോ ഫ്രെയിമും ഒരു പെയിന്റിങ് പോലെയാണ്. ഇതിലെ നായകൻ ഒരു സ്റ്റണ്ട്മാൻ ആണ്. അവൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം അവിടെ കൈയൊടിഞ്ഞ് അഡ്മിറ്റായ ഒരു ചെറിയ പെൺകുട്ടിയുമായി അവൻ ഫ്രണ്ട്സ് ആവാണ്. അങ്ങനെ അവൾക്ക് ഓരോ ഫാന്റസി കഥകൾ അവൻ പറഞ്ഞു കൊടുക്കും. അവൾ ആ കഥകൾ എങ്ങനെയാണോ വിഷ്വലൈസ് ചെയ്യുന്നത് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ കഥകളൊക്കെ വളരെ എക്സൈറ്റിംഗ് ആണ്. കാരണം ഒരു 5 വയസ്സുകാരിയുടെ കണ്ണിലൂടെയാണ് നമ്മൾ പടം കാണുന്നത്. വളരെ ഇമോഷണലും ഡ്രീമിയും ആർട്ടിസ്റ്റിക്കുമായിട്ടുള്ളൊരു പടമാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണിത്. അവസാനം വരെ നല്ല എൻഗേജിങ് ആയിട്ട് തോന്നി. ഒരു ചെറിയ പയ്യൻ കൺട്രി സൈഡുള്ളൊരു ഫോസ്റ്റർ ഫാമിലിയിലേക്ക് വരുന്നു. ഒരു കുരുത്തം കെട്ട പയ്യനാണ്, പക്ഷെ വളരെ സ്വീറ്റായിട്ട് നമുക്ക് തോന്നും. അവിടെ വെച്ച് അവൻ കാണിച്ചു കൂട്ടുന്നതും അതിനെ ചൊല്ലി അവനും അവൻ്റെ ഫോസ്റ്റർ അങ്കിളും ആരും അറിയാതെ കാട് കയറുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അവരെ അന്വേഷിച്ച് ബാക്കിയുള്ളവർ തെരഞ്ഞു നടക്കുന്നതും അവരാണെങ്കിൽ പിടികൊടുക്കാതെ മുങ്ങി നടക്കുന്നതൊക്കെ വളരെ രസകരമായി എടുത്തിട്ടുണ്ട്. ചിരിക്കാനും ചിന്തിക്കാനും പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് അഡ്വഞ്ചർ പടം. സോ ഇതൊക്കെയാണ് ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് എനിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായി തോന്നിയ നിങ്ങളും കണ്ടിരിക്കേണ്ട 3 പടങ്ങൾ. ഈ ലിസ്റ്റിലേക്ക് നിങ്ങൾ കണ്ടുപിടിച്ച ഹിഡൻ ജെം മൂവീസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം.